മലയാള സിനിമയുടെ ഡബ്ബിംഗ് മേഖലയിൽ തന്റേതായ സ്ഥാനം നിലനിർത്തുന്ന ഷമ്മി തിലകന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഡബ്ബിങ്ങുകളിൽ ഒന്നാണ് 1992 ലോഹിതദാസിന്റെ രചനയിൽ ജോഷി സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രമായ കൗരവർ. ഇതിൽ കന്നഡ നടനായ വിഷ്ണുവർദ്ധനു വേണ്ടി ശബ്ദം നൽകിയത് ഷമ്മി തിലകനാണ്. ആയിരത്തി 1993 റിലീസായ രഞ്ജിത്തിന്റെ രചനയിൽ IV ശശി സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രമായ ദേവാസുരത്തിൽ മുണ്ടക്കൽ ശേഖരന്റെ വേഷം ചെയ്ത തമിഴ് നടൻ നെപ്പോളിയന് വേണ്ടി ശബ്ദം നൽകിയത് ഷമ്മി തിലകനായിരുന്നു. ആയിരത്തി 1993 തന്നെ റിലീസായ SN സ്വാമിയുടെ AK സാജന്റെൻ രചനയിൽ ജോഷി സംവിധാനം ചെയ്ത ധ്രുവം എന്ന മമ്മൂട്ടി ചിത്രത്തിൽ ഹൈദർ മരക്കാർ എന്ന വില്ലൻ കഥാപാത്രം ചെയ്ത ടൈഗർ പ്രഭാകരൻ എന്ന കന്നഡ നടനു വേണ്ടിയും ഷമ്മി തിലകനാണ് ശബ്ദം നൽകിയത്. ഈ ചിത്രത്തിൽ ഷമ്മി തിലകൻ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഷമ്മി തിലകനും ടൈഗർ പ്രഭാകരനും തമ്മിലുള്ള കോമ്പിനേഷൻ സീനുകളിൽ 2 പേർക്കും ശബ്ദം നൽകിയത് ഷമ്മി തിലകൻ തന്നെയാണ്. തൂക്കിൽ നിന്ന് രക്ഷപ്പെടാൻ 10 ലക്ഷം ചെലവായി. ചെലവായാലെന്താ? പറഞ്ഞ പോലെ തന്നെ ആ പകയൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്തില്ലേ? ആരുടെ കാര്യമൊക്കെ ജുഗീന്ദർ തമിഴ്നാട്ടിലെ ഓപ്പറേഷന് ഞാൻ ഏർപ്പെടുത്തിയ വാടക പോലെയാണ്. 1990 സംഗീത് ശിവന്റെ സംവിധാനത്തിൽ റിലീസായ വ്യൂഹം എന്ന ചിത്രത്തിൽ നായകനായ രഘുവരന് വേണ്ടി ശബ്ദം നൽകിയതും ഷമ്മി തിലകൻ തന്നെയാണ്. ഞാൻ ആപ്പിൾ കഴിക്കാറില്ല, അതുകൊണ്ട് ഒരു കത്തിയുടെ ആവശ്യം ഉണ്ടായിട്ടില്ല. പിന്നെ ശല്യപ്പെടുത്തുന്ന പ്രാണികൾ, അതിന് ഞാൻ കത്തി ഉപയോഗിക്കാറില്ല. പകരം ഷമ്മി തിലകൻ ഏറ്റവും ഒടുവിലായി ഡബ്ബിംഗ് നിർവഹിച്ച സിനിമ 2018 ഇറങ്ങിയ മോഹൻലാൽ ചിത്രമായ ഒടിയനിലാണ്. ചിത്രത്തിൽ പ്രകാശ് രാജ് അവതരിപ്പിച്ച രാവുണ്ണി എന്ന കഥാപാത്രത്തിനായാണ് ഷമ്മി തിലകൻ ഡബ്ബ് ചെയ്തത്. ഷമ്മി തിലകൻ ആദ്യമായി ഡബ്ബ് ചെയ്ത സിനിമ 1990 റിലീസായ പ്രിയദർശൻ സംവിധാനം ചെയ്ത കടത്തനാടൻ അമ്പാടിയാണ്. ചിത്രത്തിൽ നടൻ പ്രേം നസീറിന് വേണ്ടി ശബ്ദം നൽകിയത് ഷമ്മി തിലകനായിരുന്നു. ഒന്ന് പരീക്ഷിച്ചു നോക്കാം. 1990 MT വാസുദേവൻ നായരുടെ രചനയിൽ ഭരതൻ സംവിധാനം ചെയ്ത താഴ്വാരം എന്ന മോഹൻലാൽ ചിത്രത്തിൽ വില്ലനായ രാജു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച സലിം ഘോഷ് എന്ന അന്യഭാഷാ നടനു വേണ്ടി ശബ്ദിച്ചതും ഷമ്മി തിലകനായിരുന്നു. എന്തായി പറയുന്നത്? തരം കിട്ടി ആറാം മുറിച്ച് കക്കും. എന്റെ ചെങ്ങായിയൊക്കെ ആയിരുന്നു പണ്ട്. പറയാതിരുന്നാ പിന്നെ അത് എന്റെ പേരിലൊരു തെറ്റാവും. ഈശ്വര, കൊച്ചൂട്ടി ഒറ്റയ്ക്ക് അവിടെ ഇല്ല. ഇവിടെ ഞാനുള്ളതുകൊണ്ട് അതിന് ധൈര്യം വരില്ലെന്ന് വെച്ചോളൂ. കക്കണതല്ല പേടിക്കുന്നത്, അതിലും വലിയ സംഗതിമേലാണ് ഓട്ടം.
1995 ഭദ്രൻ സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രം സ്ഫടികത്തിൽ സ്ഫടികം ജോർജ് അവതരിപ്പിച്ച കുറ്റിക്കാടന് ഡബ് ചെയ്തിരിക്കുന്നത് ഷമ്മിയാണ്. നീ SI സോമശേഖരൻ അടിച്ച് കണ്ടിട്ടെന്ന് കണ്ടിട്ടുണ്ട്. ഇപ്പൊ നിനക്ക് എന്നെ മനസ്സിലായല്ലോ. നിന്റെ നല്ല പ്രായത്തിൽ കുത്തി നടക്കാൻ ഈ വടി ഇരിക്കട്ടെ. സോറി, തുണി എടുത്തോണ്ട് പോടാ. വക്കീല് വന്നാട്ടെ. വണ്ടി ഒന്ന് വിളിച്ചേ. 2010 സിബി മലയിലിന്റെ സംവിധാനത്തിൽ ഇറങ്ങിയ അപൂർവ രാഗം എന്ന ചിത്രത്തിൽ എൽ രാജ എന്ന നടന് വേണ്ടി ഡബ് ചെയ്തത് ഷമ്മി തിലകനാണ്. ഈ കാണുന്ന സൗഭാഗ്യങ്ങളൊക്കെ ഞാൻ ഒരുത്തനായിട്ട് ഉണ്ടാക്കിയത്. ഒരുപാട് അലഞ്ഞിട്ടുണ്ട്, കഷ്ടപ്പെട്ടിട്ടുണ്ട്, എന്നിട്ടാണ് ഞാൻ ഇവിടം വരെയൊക്കെ എത്തിച്ചേർന്നത്. അതിലെനിക്ക് എന്നെ കുറിച്ച് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. പക്ഷേ ഇതിനൊക്കെ അപ്പുറം ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നതും സന്തോഷിക്കുന്നതും എന്റെ മകളെ കുറിച്ചാണ്. അതിന്റെ ആവശ്യമില്ല. എന്തൊക്കെ സംഭവിച്ചാലും എന്റെ മകൾ ഡാൻസ് ചെയ്ത് എനിക്ക് കിട്ടില്ല, ഞാൻ തരില്ല. രജിസ്റ്റർ മാരേജ് അല്ല, നിയമത്തിന്റെ ഏത് കുറുക്കും എന്ത് വില കൊടുത്ത് ഞാൻ അടിക്കും. 2015 ഇറങ്ങിയ ഇവൻ മര്യാദരാമൻ എന്ന ദിലീപ് ചിത്രത്തിൽ നാഗിനേഡു എന്ന നടനു വേണ്ടി ശബ്ദം നൽകിയത് ഷമ്മി തിലകനായിരുന്നു. തലമുറകളായി കൈമാറി വരുന്ന സമ്പ്രദായങ്ങളും വിശ്വാസവും ഇവിടെ വരുന്ന ഓരോ ആളും ഞങ്ങളുടെ അതിഥിയാണ്. അതിഥി ദൈവത്തെ പോലെ. ഇന്നത്തെ അതിഥി ഇയാളാ. ശ്രീരാമന്റെ അനുഗ്രഹം മോളെ. ഇതെന്റെ മൂത്ത മോന്റെ ഭാര്യ മുത്തുമണി. എവിടെ പോയി? 2000 ഇറങ്ങിയ സത്യമേവ ജയത എന്ന സുരേഷ് ഗോപി ചിത്രത്തിലെ വില്ലനായ ഹേമന്ത് രാവൻ എന്ന നടനു വേണ്ടി ഷമ്മി ഡബ് ചെയ്തിട്ടുണ്ട്. ഒരു നാളുകളെ ഓർമ്മിക്കുന്ന കരുത്ത് എനിക്കിഷ്ടമായി. വളരെ വളരെ ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്, നിന്നെ ആയിരാരോഗ്യ സൗഖ്യങ്ങളോടെ അവശേഷിപ്പിക്കണേ.